മാലിന്യം നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട് തഴവയിൽ തോട്. അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യമാണ് തോട്ടിൽ തള്ളിയിട്ടുള്ളത്. കുളവാഴകൾ പടർന്നു കിടക്കുന്നതിനാൽ നീരൊഴുക്കും തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ട്. തഴവ ഗ്രാമപഞ്ചായത്തിന്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന തഴവയിൽ തോടാണ് ദുരവസ്ഥ നേരിടുന്നത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുളവാഴകൾ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. മങ്ങാട്ട് കിഴക്കേപ്പുറത്തുള്ള ചിറയിൽ തഴവ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ചിറയുടെ ഇരുവശത്തേക്കുമുള്ള തോടുകളിൽ ഉൾപ്പെടെ കുളവാഴകൾ നിറഞ്ഞിരിക്കുകയാണ്. തഴവ AVHSനും അമ്പലമുക്കിനും മധ്യയുള്ള പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് അറവുമാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് ഇവ തോടിൽ കെട്ടിക്കിടക്കുകയാണ്. തെരുവ് വിളക്കുകളും ക്യാമറയും സ്ഥാപിച്ച് മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളുന്നത് തടയണമെന്ന ആവശ്യം ശക്തമാണ്. അതായത് മങ്ങാട്ടുമുക്കിന് കിഴക്കുവശം പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിറയുണ്ട്. ആ ചിറയും അതിനോടനുബന്ധിച്ചുള്ള തോടും കുളവാഴ, പായല്, പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞ് ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴുകാത്ത ഒരവസ്ഥയിലാണ്. വലിയ അതായത് ഓണാട്ടുകര വികസന ആവശ്യപ്പെടുന്ന ഈ തോട് സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ പദ്ധതികളും നടന്നെങ്കിലും ഇതിനകത്ത് ഈ കുളവാഴയും പായലും നീക്കി അത് വെള്ളം ഒഴുകുന്നതിന് തടസ്സം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യം നിറഞ്ഞിട്ടുള്ളത് മത്സ്യസമ്പത്തിനുൾപ്പെടെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കുളവാഴകൾ നിറഞ്ഞിട്ടുള്ളതിനാൽ മഴ പെയ്ത് ഒഴുകിയെത്തുന്ന വെള്ളം പള്ളിക്കലാറ്റിലേക്ക് ഇറങ്ങിയെത്തുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തോട്ടിലെ മാലിന്യങ്ങളും കുളവാഴയും നീക്കം ചെയ്താൽ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തഴവ.